ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് കുറച്ച് മാമ്പഴം ഒരാൾ കൊണ്ട് തന്നായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ എൻ്റെ മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങളെയും കൂടി കാണിച്ചു തരാം. മാമ്പഴം ഇഷ്ടംമാതിരി കിട്ടുന്ന സമയമാണല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതിപ്പോൾ ഞാനൊരു 5-6 മാമ്പഴം എടുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞ് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് ചുമന്ന മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുക, അതിൻ്റെ വെള്ളത്തിൽ തന്നെ കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ, ഒരു അരക്കപ്പ് തേങ്ങ, കുറച്ച് 1/4 സ്പൂൺ ജീരകവും, ഒരു 3-4 പച്ചമുളകും, ഒരു 1/2 ലിറ്റർ തൈരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒന്ന് നല്ല പോലെ തിളച്ചതിന് ശേഷം നമ്മൾ അരയ്ക്കണ ഈ തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി നല്ല മഷി പോലെ അരച്ച്, കുറച്ച് തൈരിലാട്ടോ ഞാൻ അരയ്ക്കുന്നത്. ഞാൻ വെള്ളം തുടിപ്പിക്കാറില്ല. വെള്ളം തുടിപ്പിക്കാതെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരി കിട്ടും നമുക്ക്. എനിക്കിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയാട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. ഇങ്ങനെ തൈര് വെച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് ആദ്യം ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മാമ്പഴം നല്ല വെന്ത് ഇതായിരിപ്പുണ്ട്, കുറുകിയിരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിച്ച് ആദ്യം ഒന്ന് അതിൻ്റെ അരപ്പിൻ്റെ പച്ച ഇതൊന്ന് പൊക്കോട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ബാക്കിയുള്ള തൈരുണ്ടല്ലോ, ഞാൻ അടിച്ചൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് കറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നിറം നമുക്കൊന്ന് ശരിയാവണം, അത് കാരണം ഒരു ചെറിയ 1/4 ടീസ്പൂൺ പോലും ഇല്ല അത്രയും മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചുമന്ന മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ചുമന്ന മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേ നമുക്ക് നല്ലൊരു ഓറഞ്ച് കളറ് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള അരപ്പും കൂടി എല്ലാം കൂടി വടിച്ചൊഴിച്ചു കൊടുക്കുക, ഒട്ടും കളയാനില്ല. അപ്പോൾ നല്ലപോലെ അതൊന്ന് കിടന്നൊന്ന് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, എന്നിട്ട് നല്ലൊരു കളറ് വരണം. നമ്മുടെ മാമ്പഴ പുളിശ്ശേരി എപ്പോഴും ഒരു ഓറഞ്ചിഷ് കളറല്ലേ, ആ രീതിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കിടന്ന് തിളച്ചോട്ടെ കേട്ടോ. തിളയ്ക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പമാണ് ഈ മാമ്പഴ പുളിശ്ശേരി, പക്ഷെ ഭയങ്കര രുചിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും ഇത് ഉറപ്പായിട്ടും. കണ്ടോ, അതിൻ്റെ കളർ മാറി മാറി വരുന്നുണ്ടോ? ആ ചുമന്ന മുളകുമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ബാക്കിയുള്ള തൈര് ഞാനൊന്ന് ജസ്റ്റ് അടിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ. കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് തൈരടിക്കാൻ, കുറച്ചുകൂടി വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളെ രുചി അനുസരിച്ച് കേട്ടോ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇടുന്നത് പഞ്ചസാര. മാമ്പഴത്തിന് മധുരം ഉണ്ട്, എന്നാലും ഞാനൊരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൽ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, പഞ്ചസാര വേണോ വേണ്ടയോ എന്ന്. പക്ഷെ മാമ്പഴ പുളിശ്ശേരി ഇത്തിരി മധുരവും ആ പുളിയും തൈരിൻ്റെ ഇത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, തൈരിന് ഇച്ചിരി പുളിയുള്ള തൈര് വേണം കേട്ടോ. പുളിയില്ലാത്ത നമ്മുടെ തൈരെടുത്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല. അപ്പോൾ ഇതൊരു പുളിയും എരിവും പിന്നെ ഉപ്പും എല്ലാം വരുന്ന, മധുരവും എല്ലാം വരുന്നൊരു കറിയാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതിൻ്റെ ആ രുചി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് കിടന്ന് തിളച്ച് അതിൻ്റെ നിറം പിന്നെയും മാറും കേട്ടോ. ഇതിപ്പം കണ്ടോ ലൈറ്റ് കളറല്ലേ. ഇതൊന്ന് തിളയ്ക്കാൻ പാടില്ല ആക്ച്വലി. ഇതിന് ആവി വരണം. ആവി വരുന്ന സമയത്ത് നമ്മൾ ഓഫ് ചെയ്യണം. നല്ലപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്, നിറവും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തൈര് പിരിഞ്ഞ പോലെ ആയിപ്പോൾ. അങ്ങനെ ആവാൻ ഇടയുണ്ടാക്കരുത്. നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല ആവി വരുമ്പോൾ, നല്ല പോലെ ആവി വരുന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് മുമ്പ് നമുക്കൊരു സാധനം ഇടാനുണ്ട്, ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി ഇട്ടാലേ ഇതിന് നല്ല രുചി കിട്ടുള്ളൂ.
അപ്പോൾ അതേ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് അതിന് നല്ല രുചി വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഉലുവാപ്പൊടി ഇടുമ്പോൾ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കുറുകുകയും ചെയ്യും കേട്ടോ. കുറച്ചുകൂടി ഒന്ന് കുറുകും ഉലുവാപ്പൊടി ഇടുമ്പോൾ. പിന്നെ നല്ല കുറുകുറാന്നുള്ള നല്ല മാമ്പഴ പുളിശ്ശേരിയാണ്. ഭയങ്കര ടേസ്റ്റാണിത്. അപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇങ്ങനെ ഉണ്ടാക്കാത്തവരിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇനി കടുക് വറുത്താൽ മതി. ശരിക്കും ഇത് ഒന്ന് നല്ലപോലെ ദേ ആവി വരുന്ന കണ്ടോ. ആവി നിങ്ങൾക്ക് കാണാമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആവി വരുമ്പോൾ നല്ലപോലെ ഒന്ന് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അല്ലാതെ തിളയ്ക്കാനായിട്ട് ഇട്ടിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ തൈര് ചിലപ്പോൾ പിരിഞ്ഞ് വരും. അങ്ങനെ എന്നാൽ ഒരു സുഖമില്ല നമുക്ക് പുളിശ്ശേരി. ഇനി ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ കടുക് വറുക്കാൻ പോവുകയാണേ. അപ്പോൾ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 2-3 കടുകും 2 ഉലുവയും ചുവന്ന മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ല കടുക് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മാമ്പഴ പുളിശ്ശേരി റെഡി. ഇങ്ങനെ നിങ്ങളൊന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അതെ കടുക് ഇട്ട് കൊടുക്കുകയാണേ. കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ. രണ്ട് ഉലുവയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇട്ടിട്ടില്ല. ഉലുവ പൊടി ഇട്ടാലും പിന്നെ ഉലുവ ഇട്ടില്ല. പക്ഷെ ഉലുവ ഇട്ടാൽ നല്ലതാണ് കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. മുളകിട്ടു, കറിവേപ്പില ഇട്ടു. റെഡി നമ്മുടെ കടുവറ. ഇനി നമ്മൾ ഇത് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഉടനെ അടച്ചു വെക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇത് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചില്ല കേട്ടോ. എനിക്കതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇടണ്ടേ തംബ്നെയിലായിട്ടൊക്കെ. അപ്പോൾ അത് കാരണം ഞാൻ എന്നും പറയുന്ന പോലെ പെട്ടെന്ന് കടുവറുത്തിട്ട് അടച്ചു വെക്കണം എന്നുള്ളത് പറയാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് അതിൻ്റെ മണവും രുചിയും എല്ലാം ആ കടുവറയുടെ അതിൻ്റെ അകത്ത് ഇറങ്ങണം. അടച്ചു വെച്ചിട്ടേ പിന്നെ തുറക്കാവുള്ളൂ. ഓക്കെ, ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് സോൾട്ട് ആൻഡ് പെപ്പർ. ബൈ. മീറ്റ് യു വിത്ത് മൈ നെക്സ്റ്റ് വീഡിയോ. എല്ലാവരും ഇങ്ങനെ ഒന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ട് പറയാം കേട്ടോ. ബൈ.